നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെള്ളറട കിളിയൂർ ജോസിന്റെ കൊലപാതകത്തിൽ അന്വേഷണം വഴിത്തിരിവിലേക്ക്. കൊലപാതകത്തിന് പിന്നിൽ ബ്ലാക്ക് മാജിക് ആണെന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ്. ജോസിനെ കൊല്ലുന്നതിന് മുമ്പ് പ്രജിൻ സ്വന്തം ശരീരത്തിലെ മുഴുവൻ രോമങ്ങളും നീക്കം ചെയ്തിരുന്നുവെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. പ്രജിന്റെ മുറിയിലെ ബാത്റൂമുകളിൽ രോമങ്ങൾ കൂട്ടിയിട്ട നിലയിലാണ്. ജോസിനെ കൊന്നത് അതിക്രൂരമായിട്ടെന്നാണ് ഭാര്യ സുഷ്മയുടെ മൊഴി. ജോസിനെ ആക്രമിച്ച സമയം മുതൽ കൊന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതുവരെ പ്രജിൻ സംസാരിച്ചിരുന്നില്ല. ജോസിനെ കൊന്നതിന് ശേഷം പ്രജിൻ ആദ്യമായി സംസാരിച്ചത് അച്ഛന്റെ സഹോദരൻ ജയനോടാണ്. അങ്കിളെ, ഞാൻ എന്റെ അപ്പനെ കൊന്നുവെന്നാണ് പ്രജിൻ പറഞ്ഞതെന്ന് ജയൻ പറഞ്ഞു. ഇതോടെ താനാകെ ഷോക്കിലായിപ്പോയെന്നും ജയൻ പ്രതികരിച്ചു. ഇൻസുലിൻ വാങ്ങാനാണ് ഞാൻ രാത്രി പുറത്തിറങ്ങിയത്. അപ്പോഴേക്കും 2 പയ്യന്മാർ ബൈക്കിൽ വന്ന് ഇരുമ്പ് കടയുള്ള വീട്ടിലെ ആന്റി റോഡിലേക്ക് ഇറങ്ങി വന്ന് 2 കൈയും നീട്ടി വണ്ടി നിർത്താൻ പറഞ്ഞുവെന്ന് എന്നോട് പറഞ്ഞു. എന്റെ ചേട്ടനെ എന്റെ മോൻ ഇപ്പോൾ കൊല്ലുമെന്ന് അവർ പറഞ്ഞുവെന്ന് പയ്യന്മാർ എന്നോട് പറഞ്ഞു. അവർ പേടിച്ചാണ് എന്നോടിത് പറയുന്നത്. അതെന്റെ ചേട്ടനാണ്, ഞാൻ ഇപ്പോൾ തന്നെ വിളിക്കാമെന്ന് അവരോട് പറഞ്ഞു. അണ്ണന്റെ ഫോണിൽ 2 തവണ വിളിച്ചപ്പോഴും ഫോൺ എടുത്തില്ല. പിന്നെ ചേച്ചിയുടെ ഫോണിൽ വിളിച്ചു. മോനാണ് എടുത്തത്. അങ്കിളെ, ഞാൻ എന്റെ അപ്പനെ കൊന്നു, എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നാണ് അവൻ പറഞ്ഞത്. ഞാൻ ആകെ ഷോക്കിലായി എന്നായിരുന്നു ജയന്റെ പ്രതികരണം. കോവിഡിനെ തുടർന്നാണ് പ്രജിൻ ചൈനയിലെ മെഡിക്കൽ പഠനം പൂർത്തിയാക്കാതെ നാട്ടിൽ മടങ്ങിയെത്തിയത്. പിന്നീടാണ് അഭിനയമോഹവുമായി പ്രജിൻ കൊച്ചിയിലേക്ക് എത്തിയത്. കൊച്ചിയിൽ നിന്നും തിരികെ വന്ന ശേഷം മകനിൽ കാര്യമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയെന്നാണ് അമ്മ പ്രതികരിച്ചത്. 2014 പ്രജിൻ മെഡിക്കൽ പഠനത്തിനായി ചൈനയിലെ വുഹാൻ സിറ്റിയിൽ എത്തുന്നത്. കൊച്ചിയിലെ ഒരു ഏജൻസി വഴിയാണ് ചൈനയിൽ പോയത്. എന്നാൽ കോവിഡ് കാലത്ത് പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ പ്രജിൻ നാട്ടിലേക്ക് മടങ്ങി. അവസാന വർഷ പരീക്ഷയ്ക്ക് അടയ്ക്കാനെന്ന ഫീസ് ഏജൻസി വഴി അടച്ചെങ്കിലും അത് കോളേജിന് ലഭിച്ചില്ലെന്ന കാരണത്താൽ പ്രജിന് പരീക്ഷ എഴുതാനും കഴിഞ്ഞില്ല. ഏജൻസിക്കെതിരെ DGPക്കും SP-ക്കും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് പ്രജിൻ പരാതിയും നൽകിയിരുന്നു. കഴിഞ്ഞ 7 വർഷത്തിലധികമായി തങ്ങൾ മകൻ പ്രജിനെ ഭയന്നാണ് ജീവിച്ചതെന്നാണ് അമ്മ വെളിപ്പെടുത്തിയത്. കൊച്ചിയിൽ നിന്നും സിനിമാ പഠനം കഴിഞ്ഞെത്തിയ ശേഷമാണ് പ്രജിനയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. മുറിയിൽ നിന്നും ഓം പോലുള്ള ശബ്ദം കേൾക്കാമായിരുന്നെന്നും മുറിക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും സുഷമ പറയുന്നു. കൊലപാതകത്തിന് ശേഷമാണ് ബ്ലാക്ക് മാജിക് ആണെന്ന് അറിഞ്ഞതെന്നും അവർ കൂട്ടിച്ചേർത്തു. മെഡിക്കൽ പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ വന്നതിനാൽ സിനിമയിൽ അഭിനയിക്കണമെന്നായി മോഹം. ഒടുവിൽ കൊച്ചിയിലെ നിയോ ഫിലിം ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സ്കൂളിൽ അഭിനയം പഠിക്കാനായി പോയി. കൊച്ചിയിൽ നിന്ന് മടങ്ങിയെത്തിയ പ്രജിന്റെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചുവെന്നാണ് അമ്മ പറയുന്നത്. കഴിഞ്ഞ 7 വർഷമായി മകന്റെ അടിമകളായ ജോസിനും സുഷമയ്ക്കും കഴിയേണ്ടി വന്നു. രാത്രികാലങ്ങളിൽ ഇരുവരും വീടിന് പുറത്താക്കി വീട് പൂട്ടുക, അച്ഛനെ മർദ്ദിക്കുകയും അച്ഛനെ കഴുത്തിന് പിടിച്ച് ചുമരോട് ചേർത്ത് ഉയർത്തി നിർത്തുക തുടങ്ങി ശാരീരികമായും മാനസികമായും പ്രജിൻ നിരന്തരം ഉപദ്രവിച്ചുവെന്നാണ് അമ്മ സുഷമ വെളിപ്പെടുത്തിയത്. ഒടുവിൽ ഫെബ്രുവരി 5-ാം തീയതി ബുധനാഴ്ച രാത്രി 9:45 ഹാളിലെ സോഫയിൽ ഉറങ്ങിക്കിടന്ന ജോസിന്റെ കഴുത്തിൽ മകൻ വെട്ടുന്ന കാഴ്ചയാണ് അമ്മ സുഷമ കാണുന്നത്. ഭർത്താവിനെ രക്ഷിക്കാൻ കഴിയാതെ ബോധരഹിതയായ സുഷമ നിലത്ത് വീണു. പ്രാണരക്ഷാർത്ഥം അടുക്കള വഴി പുറത്തേക്കോടി രക്ഷപ്പെടാൻ ജോസ് ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. 24 വെട്ടുകളാണ് സ്വന്തം മകനിൽ നിന്നും ജോസിന്റെ ശരീരത്തിൽ ആഴത്തിൽ ആഴ്ന്നിറങ്ങിയത്. ഒടുവിൽ കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്തിയ ശേഷം പ്രജിൻ വെള്ളറട പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. നിലവിൽ നെയ്യാറ്റിൻകര സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് പ്രതി. ഈ മാസം 5-നാണ് അതിക്രൂര കൊലപാതകം നടന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.